ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിവിടെ വെറുതെ ചുമ്മാ ബോറടിച്ച് കിടന്നപ്പോഴാണ് നമ്മുടെ റോക്കി കുട്ടൻ്റെ ഇവിടെ വെറുതെ കിടന്ന് കളിക്കുന്നത് കണ്ടത്. ഒരു 5 നമുക്ക് റോക്കി കുട്ടൻ്റെ കൂടെ കളിക്കാം. ഡാ എൻ്റെ ഉറക്കെ വാടാ, വേഗം വാ വേഗം വാ വേഗം വാ 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 വാ. എന്നെ ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ പിടിച്ച് കാണിക്കടാ. നീ അവിടെ നിന്നോ. ഗൈസ്, അവിടെ എന്താണ് ഒരു ശബ്ദം? ഒന്ന് കയറി നോക്കണമല്ലോ. എന്തോ സംഭവം എന്നറിയാൻ കൂടാ. ഒരു ഇടി വെട്ടുന്ന ശബ്ദം ഞാൻ കേട്ടത് എന്തുവാന്ന്. ആ ഹെലികോപ്റ്റർ പാഡിൻ്റെ അടുത്തായിട്ടാണ്. അയ്യോ, സ്റ്റക്ക് ആണല്ലോ ഞാൻ കേട്ടത്. അവിടെ പക്ഷെ പ്രത്യേകിച്ചൊന്നും ഇല്ല. എന്നാലും ഞാനൊന്നും നോക്കട്ടെ. എന്തോ വീണേക്കുന്നത് ചടറ്റ്. അതാ ചാടി. അയ്യോ അയ്യോ, ഞാൻ ഇപ്പം എന്താ സംഭവിച്ചത്? എനിക്കെന്തോ ഒരു പ്രത്യേകത പവേഴ്സ് കിട്ടിയ പോലെ. ഞാൻ സ്പൈഡർമാൻ ആയോ ഇനിയിപ്പം? ആണോ ഗൈസ്, ഞാൻ സ്പൈഡർമാൻ ആയിരിക്കുന്നു ഫൈനലി. അയ്യോ 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 ഗൈസ്, ഞാൻ എന്താ ചാടി പറന്നടിച്ച് പോകുന്നു ഗൈസ്. ഇത് വാവ്, എന്ത് രസമാണിതോ. അപ്പുറത്തെ ട്രെയിനൊക്കെ പോണു. നമ്മുടെ രാജുവേട്ടൻ എനിക്ക് വിളിക്കുന്നില്ല എന്നെ. രാജുവേട്ട അതാവിടുന്ന് ഞാൻ വേഗം ഓടിച്ചല്ല. രാജുവേട്ടൻ എന്തെങ്കിലും കാര്യം അറിയാം, നമ്മളെ വിളിക്കൂല. വേഗം ഓടിച്ചല്ലട്ടെ. എന്ത് രാജുവേട്ട എന്താ പോയി? എന്താ രാജുവേട്ട പ്രശ്നം? എടാ ചോക്കെ, എൻ്റെ സ്പ്ലെൻഡർ ആ പോലീസുകാർ വെറുതെ എടുത്തുകൊണ്ട് പോയി. എന്താന്ന് അറിഞ്ഞൂടാ, നീ നോക്കാവോ? ഞാൻ ചോദിച്ചിട്ട് വരാം രാജുണ്ണ. ഇതെന്ത് ഇവിടുത്തെ പോലീസുകാർക്ക് എന്തുവാ ഇത്? അല്ല, എനിക്കറിയാൻ പറ്റുന്നുണ്ട് ഹ്യൂമറ പ്രശ്നം എന്തുവാന്ന് അറിയണം എനിക്ക്. ഞാൻ വേഗം പറന്നടിച്ചങ്ങ് പോട്ടെ. എൻ്റെ പൊന്നോ, സ്പൈഡർമാൻ ആയതുകൊണ്ട് ഇറങ്ങടാ. ഒന്ന് കൺട്രോൾ പോലും എനിക്ക് കിട്ടുന്നില്ല കേട്ടാ. ഞാൻ ചുമ്മാ ചാടി വില. എൻ്റെ പൊന്നോ, പിന്നെ മൂക്ക മണ്ട ചതങ്ങി ഒടുങ്ങി പോയേനെ ഗൈസ്. എൻ്റെ തല ഇടിച്ച് ഗൈസ്. അതെ ഹട്ടെ. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. വേഗം ഓടിച്ചല്ലേ. അപ്പോൾ നമ്മളങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായി. എൻ്റെ പൊന്നോ, എൻ്റെ മൊട്ട അവിടെ ബോഡി ചെന്ന് ചത്തങ്ങിയിട്ടുണ്ട്. എൻ്റെ പൊന്നോ, വീണ തീർന്നു. എൻ്റെ പൊന്ന് ഭഗവതി, ഇതെന്തോന്നിത്? ചാടാനും പെട്ടെന്ന് സ്പൈഡർമാനെ നാളെ കിടന്നേക്കും. ഇത് എന്താണ് ഓടി ഓട്. ഏതായിരിക്കും നമ്മുടെ സ്പ്ലെൻഡർ? ഡോ, എന്താ സാറേ പ്രശ്നം? ഡോ, താൻ ആരോടോ വെച്ചിട്ടാണോ ആ വണ്ടി എടുത്തത്? പിന്നെ സാറെന്ന് തോന്നുന്നു ആരോടോ വെച്ചിട്ടാണ് വണ്ടി എടുത്തത്? ഏത് സാറേ അതിനകത്ത് സ്പ്ലെൻഡർ എടുത്തോണ്ട് പോയത്? പറ. ലൊങ്ങേര്. ഏത്? ഓ, അങ്ങേരാണ്. ഇങ്ങേരല്ലേ? ഡാ, നീ എൻ്റെ അണ്ണൻ്റെ വണ്ടി എടുക്കട്ടോ. അയ്യോ, അവനിപ്പം നിനക്കെന്തോ കാണോ? അയ്യോ അയ്യോ അടിക്കല്. അയ്യോ 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 അയ്യോ. ഡാ, എന്താടാ അറിയനത്? എന്നാ പിടി. നിനക്കും കിട്ടണോടാ. നീ കൂടെ അവന് സപ്പോർട്ട് ഒന്നും ഇല്ലോടാ. നിന്ന് ഞാൻ പൊരപ്പിച്ച് ഒന്ന് ബാറ്റ് എടുത്തിട്ട് അവൻ പൊട്ടത്തരം കാണിക്കണം മൊണ്ണേ. ഇപ്പോൾ കറക്കി അവനെ വീലെടുത്ത് അടിച്ചിട്ട് ഞാൻ എൻ്റെ AK-47 എടുത്ത് പൊട്ടിക്കും. ഞാൻ റോക്കി ബായ്. റോക്കറ്റ് ലോഞ്ചറും കൂടെ വിട്ടേക്കാം. അപ്പോൾ ഇന്നത്തെ പരിപാടി കയറുന്നിരിക്കുന്നു. പിടിക്കാം. ഇതോടെയാണ് നമ്മുടെ സ്പ്ലെൻഡർ എടുത്തോണ്ട് നമുക്ക് അങ്ങ് ഹല്ല്. നമ്മുടെ രാജയുടെ തൊട്ട പിന്നെ നമ്മൾ സീനാവേ. പക്ഷെ നിങ്ങളെയൊക്കെ കണ്ട കുഴപ്പമില്ല. പക്ഷെ പോലീസുകാരാണ് പട്ടാളക്കാരാണോ ഞാൻ നോക്കത്തില്ല. പരത്തി എറിയും. അതുകൊണ്ടാണ് ഇത്. പിന്നെ ഒരു അത്യാവശ്യം പഴയൊരു വണ്ടിയാണ്. രാജുവേട്ടൻ്റെ അച്ചാച്ചൻ്റെ വണ്ടിയാണ് കേട്ടോ ഇത്.
ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കട്ടെ, കറക്റ്റ് അല്ലേ? അയ്യോ എൻ്റെ പിന്നെ റോങ് സൈഡ് പോലീസുകാരെ കാണണ്ട പിന്നെ. അല്ലേലും ഞാൻ എന്തിനാ പഠിക്കുന്നത്? ഞാൻ സൂപ്പർമാനല്ലേ, അല്ലേ സ്പൈഡർമാനല്ലേ? എനിക്ക് ഭയങ്കര പവർ. വീടെത്തിയല്ലേ നമ്മുടെ റോക്കി പില്ല. ഇപ്പം റോക്കിയുടെ കൂടെ ഞാൻ കളിച്ചില്ലായിരുന്നു, ഇപ്പം എനിക്ക് സൂപ്പർ പവേഴ്സ് കിട്ടുന്നുണ്ട്. ഞാനാണെങ്കിൽ അവിടെ ഗെയിമും കളിച്ചിടന്നെ. അപ്പോൾ വീടെത്തി, ഗ്യാരേജിലോട്ട് കൊണ്ടിട്ടേക്കാം. തുറക്ക് ഓട്ടോമാറ്റിക്കാണ്, പിന്നെ പേടിക്കണ്ട. അപ്പോൾ നിങ്ങൾ ചോദിക്കും ആ ഫോർച്യൂണാണോ കിട്ടിയത്? ഫോർച്യൂണിന് വീട് ഞാൻ ഇട്ടേക്കാം. അത് നമുക്ക് വേറൊരു ദിവസം ഞാൻ ഇടാം. അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വരും. ഓക്കെ, ഞാൻ രാജുവേട്ടൻ കണ്ടിട്ട് വരാം. രാജേട്ടാ അപ്പോൾ ബൈക്ക് കിട്ടിയിട്ടുണ്ട്. അവന്മാർ ഇടി പരത്തെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. ഇവിടെ തൊങ്കിവിടെ ഫ്രാങ്ക്ലിൻ. ഇതിന് ഞാൻ എത്ര നന്ദി വേണമെങ്കിലും പറയണം. അപ്പോൾ ഗൈസ്, ഗുഡ് ബൈ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഗുഡ് ബൈ.